Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കസ്റ്റർഡ് കൊണ്ടുള്ള ഡിസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പുഡിങ്ങിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസേർട്ട് തന്നെയാണിത്. 3 വെറൈറ്റി ടൈപ്പിലാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചും, ഒന്ന് സ്ട്രോബെറി വെച്ചും, ഒന്ന് മാംഗോ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്കൊരു കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കണം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ വേണം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ വാനില എസൻസ്. ഇനി ഈ പാൽ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. കസ്റ്റേർഡ് ഒന്ന് കലക്കുന്നതിന് വേണ്ടി 1/2 കപ്പോളം ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുള്ള പാല് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായി ചൂടായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരിക്കലും തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നിങ്ങൾ ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ ഇപ്പം ഞാൻ 1 ലിറ്റർ പാലിന് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കുറുക്കി എടുക്കേണ്ടി വരും. കൂടുതൽ കസ്റ്റർഡ് പൗഡർ ഇട്ടതാണെങ്കിൽ പെട്ടെന്ന് കുറുക്കി വരും. പക്ഷേ അത് ശരിക്കൊരു വേവാത്ത പോലെ ഇതിൻ്റെ കസ്റ്റർഡിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഒരു കുത്തി നിൽക്കുന്നത് പോലെ ഉണ്ടാവും. അത് 1 ലിറ്റർ പാലിന് 1.5 ടേബിൾ സ്പൂണ് കറക്റ്റായിട്ടുള്ള ഒരളവാണ്. ഇപ്പോൾ കസ്റ്റർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനി ഇവിടെ ഈ ഒരു പാകത്തിലാണ് ഞാൻ കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഇത് കട്ടിയാവും. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഡിസേർട്ട് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാരമലൈസ്ഡ് നട്ട്സ് പൊടിച്ചതുകൊണ്ട്, അതുപോലെ കുറച്ച് ബട്ടർ സ്കോച്ച് സോസാണ്. ഇതിന് പകരം ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിത് ഈ സോസ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ ഓറിയോ കസ്റ്റേർഡ് ഉണ്ടാക്കാം. അതിനായിട്ട് രണ്ട് പാക്കറ്റ്, അതായത് ഈ ഒരു പാക്കറ്റിൽ 3 ഓറിയോ ബിസ്ക്കറ്റാണുള്ളത്. അങ്ങനത്തെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ഈ സോസ് ഫസ്റ്റ് ഒന്നിങ്ങനെ ഗ്ലാസ്സിലേക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു പാക്കറ്റിലുള്ള 3 ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ക്രീമോട് കൂടി തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം
കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഇവിടെ പറയുന്നത്. കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അളവുകളൊക്കെ കൂട്ടിക്കൊടുക്കാം. നമ്മുടെ കസ്റ്റർഡൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഫ്രീസറിന് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നേരത്തെ സോസ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് കണ്ടൻസ്ഡ് മിൽക്കിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ കാരമലൈസ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സാണ് അത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആൽമണ്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഗ്ലാസിൻ്റെ പകുതിക്ക് മുകളിലോളം കസ്റ്റർഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഓറിയോ ബിസ്ക്കറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സോസ്, ബട്ടർ സ്കോച്ച് സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സോസ് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിതിവിടെ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ചുകൂടി കസ്റ്റർഡ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ചൊരു ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് ഒരു ഓറിയോ ബിസ്ക്കറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മൾ ഓറിയോ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ശരിക്കും ബിസ്ക്കറ്റ് പുഡിങ്ങിനേക്കാളൊക്കെ നല്ലൊരു ടേസ്റ്റായി തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി അടുത്തതായിട്ട് മാംഗോ കസ്റ്റർഡാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു മാംഗോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ മാംഗോ പ്യൂരി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒരു മാംഗോ കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മാംഗോയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ചും കൂടി നട്ട്സ് ഇട്ട് അതിന് മുകളിലേക്ക് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മാംഗോ ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കസ്റ്റർഡ് ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള മാംഗോ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മാംഗോ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് സ്ട്രോബെറി കസ്റ്റർഡാണ് റെഡിയാക്കുന്നത്. അതിനായിട്ടൊരു 3 സ്ട്രോബെറി ഞാനിവിടെ ഫ്രഷ് സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സ്ട്രോബെറി ക്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഈ ഒരു ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് സ്ട്രോബെറി അരച്ച് വെച്ചിട്ടുള്ളതിൽ നിന്ന് കുറച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് അരച്ച് വെച്ചിട്ടുള്ള സ്ട്രോബെറി ഒഴിച്ചു കൊടുക്കുക. അതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സ്ട്രോബെറി അരച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി പീസസും നട്ട്സൊക്കെ ഇട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുഡിങ്ങിന് പകരമൊക്കെ ഇങ്ങനത്തെ ഡിസേർട്ടൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇനിയും കൂടുതൽ നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.